ഭാഗത്ത് നമുക്ക് കാണാം അവര് കമ്പി ഉള്ളിലേക്ക് തള്ളി കയറ്റിക്കൊണ്ടിരിക്കണേ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഞ്ഞിപ്പുര മുതൽ വട്ടപ്പാറ വരെയുള്ള ഏറ്റവും പുതിയ NH66 കാഴ്ചകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ ഹൈവേന്റെ വർക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഒരു ഡ്രോൺ വിഷ്വൽ പോലെയുള്ള ഒരു കാഴ്ചയാണ് കാണിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വട്ടപ്പാറ സോയിൽ ലീനിങ്ങിന്റെ വർക്ക് നടക്കുന്ന ഏറ്റവും ടോപ്പിൽ പോയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വട്ടപ്പാറയുള്ള പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെയുള്ള കുറച്ച് ഭാഗത്ത് കഞ്ഞിപ്പുര ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ വർക്കുകൾ നടക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അതും വളരെ വേഗത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ കാരണം കുറച്ച് സമയം വൈകുന്നതാണ്. അപ്പം നമുക്ക് ഇറങ്ങി ഇവിടെ കണ്ടു നോക്കാം. കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോർഡുകൾ കൊടുത്ത ഭാഗത്ത് ഈ സെൻറ്റർ ഭാഗത്താണ് ഇനി ക്രഷ് ബാരിയർ വരാനുള്ളത്. അവിടെ കുറച്ച് ഭാഗത്ത് വിട്ടു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വട്ടപ്പാറ ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട് ഹൈവേയിലേക്ക് കയറി വരാനുള്ളത്. അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ആ ഭാഗത്ത് ഈ ഒരു തൂണ് ഇങ്ങനെ മണ്ണിൽ കുഴിച്ചാണ് വെച്ച പോലെയാണ് കാണുന്നത്. ഇവിടെ വേറൊരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നെറ്റ് ബോൾട്ടൊക്കെ ചെയ്ത രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു എൻട്രി പോയിന്റ്. ഇതിന്റെ സൈഡിൽ വരുന്ന ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന് വർക്കുകൾ, പെയിന്റിങ് വർക്കുകൾ ഉണ്ട്. അവിടെ താൽക്കാലികമായിട്ടുള്ള ക്രാഷ് ബാരിയർ വെച്ചതാണ്. അത് പിടിപ്പിക്കാനുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തും ഒരു ഗ്യാപ്പ് വിട്ടുകൊടുത്ത് കാണാം. നമുക്ക് വാഹനങ്ങൾ ഇറങ്ങി വരാനുള്ള രീതിയിൽ ഇവിടെ ഒരു എൻട്രി എക്സിറ്റ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ഒരു കറക്റ്റായിട്ട് അവർ വർക്ക് ചെയ്തിട്ടില്ല. ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ആവുന്നൊരു ഭാഗമാണെന്ന് തോന്നുന്നത്. അവിടെ കുറച്ച് ഫൈബറിൻ്റെ ആ ക്രഷ് ബാരിയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വർക്ക് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഇപ്പോൾ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണാം. നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാനുള്ളതാണ് അവിടുത്തെ ഇത് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാത്തത് വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ബോർഡുകളൊക്കെ വെച്ച് കാണുന്നുണ്ട്. വളാഞ്ചേരി നേരെ പോവാന്നുള്ള ബോർഡുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വർക്ക് നടക്കുന്ന വട്ടപ്പാറ സ്പോട്ടിലേക്ക് പോകാൻ കറക്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബ്ലോക്കൊക്കെ കാണുന്നുണ്ട് മുൻഭാഗത്ത്. ഇവിടെ വരെയാണ് സർവീസ് റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക് സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഭാഗത്ത് മെറ്റൽ മിക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ക്രാഷ് ബാരിയർ കൊടുത്തിട്ടുള്ളത്. ഇത് എന്താണെന്നറിയില്ല, സേഫ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം. ഇവിടെ വരെയൊക്കെ നമുക്ക് കാണാം. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സിറ്റിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇവിടെ കുറച്ച് വീതി കൂടിയത്, സാധാരണ ഇങ്ങനെ ഇത്രയും വീതി കൊടുക്കാറില്ല. ഈ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയ ഭാഗത്തുനിന്ന് ഇത്രയും ഭാഗത്തായിരിക്കും ക്രാഷ് ബാരിയർ കൊടുക്കുക. പുതുതായിട്ട് ഇവിടെ ക്രാഷ് ബാരിയർ കൊടുത്തത് കാണാം നമുക്ക്. ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് അവിടെ റോഡ് വർക്കാണ് തോന്നുന്നത്. അവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത പോലെയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അടുത്ത് പോയി നോക്കാം. ഇവിടെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞ ഭാഗം തന്നെയാണ്. അവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയതാണ്. ഒരു സൈഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു കുറച്ച് പകുതി ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. വർക്കേഴ്സിൻ്റെ വണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ഈ സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ വിട്ടതുകൊണ്ട് ഇനി ഇവിടെ എന്താ ചെയ്യാന്ന് അറിയില്ല. എങ്ങനെയാണ് ഇവിടുത്തെ വർക്കുകൾ എന്താണെന്നറിയില്ല. അവിടെ കാണാൻ നമുക്കിങ്ങനെ ഒരു കട്ടിങ് ആയിട്ട് വരും.
ആ ഭാഗം. അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. ഈ ഭാഗം വരെയാണ് ക്രാഷ് ബാരിയർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോഴേക്കും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിയും. സർവീസ് റോഡിൻ്റെ വർക്ക് അവിടം വരെയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാൻ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നമ്മൾ തുടക്കം മുതലേ നമ്മൾ കാണിക്കുന്നതാണ്. ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണിച്ചതാണ്. അതിന് ശേഷമുള്ള ഭാഗത്ത് ഇതുവഴി ആയിരിക്കും സർവീസ് റോഡ് കടന്നു പോകാമെന്നാണ് തോന്നുന്നത്. അവിടെ വരെ ഇങ്ങനെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കാണാം നമുക്ക്. പിന്നെ അവിടെ ആ ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ വാള് പുതുതായിട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ മണ്ണുകൾ എടുത്തു മാറ്റാനാണ് ഉള്ളതായിരിക്കാം ഇനി. ആ സൈഡിൽ ആ മുകൾ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തും സോയിൽ ലൈനിങ്ങിൻ്റെ വർക്ക് ചെയ്ത പോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വർക്കേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ തിരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം അവിടെ കുറച്ച് ചെറിയൊരു ബ്ലോക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അല്ലാത്ത ഒരു പ്രശ്നമൊന്നുമില്ല. ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാം. ഈ സൈഡിലും കോൺക്രീറ്റ് വാള് കുറച്ച് ഭാഗത്ത് സോയിൽ ലൈനിങ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയൊരു കാഴ്ചയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെയാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ വെള്ളം വന്ന് വീഴാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തോട് പോലെ ഇങ്ങനെ ആ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കാണാം. മുകൾ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ് ചെയ്യാനുള്ളതാ. ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് എവിടേക്കാണ് ഇനി വർക്കുകൾ ഉള്ളത് എന്നുള്ള കറക്റ്റ് മനസ്സിലാവുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, ആ തോട് പോലെയുള്ള ഭാഗം ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് ഇതിലേക്ക്. ഇവിടെയൊക്കെ ഇനിയും കുറച്ചുകൂടെ ഇതിൻ്റെ മുകളിൽ സിമെൻറ്റ് സ്പ്രേ ചെയ്യാനുണ്ട്. ഫുള്ളായിട്ടില്ല. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കാലൊക്കെ ചളിയിൽ താഴ്ന്നു പോയി. ഇതിവിടെ നിന്ന് കാലൊക്കെ ഒന്ന് കഴുകുക. ഇവിടെ പുതുതായിട്ടൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ടുള്ളൊരു വ്യൂ ആണ്. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇവിടെ വന്നുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ബ്ലോക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്ക് വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ്, ഹൈവേന്ന് ക്രോസ് ചെയ്തിട്ടാണ് വയഡക്റ്റിൻ്റെ താഴ്ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്ന കാരണത്താൽ ചെറിയൊരു വീതി കുറവുണ്ട്. കാരണം നമുക്ക് ഇവിടെ ഇറ്റാച്ചി ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആയിട്ട് മെഷീനറീസ് ഒക്കെ ഉണ്ട്. ഇവിടെ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു റോഡിന്റെ പകുതി ഭാഗത്താണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ആ ഒരു കാരണത്താൽ ചെറിയൊരു ബ്ലോക്ക് വരുന്നതാണ്. ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വയഡക്റ്റിന്റെ മുകളിലൂടെ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കൂടെ ആയിട്ടുള്ള ചെറിയൊരു ബ്ലോക്കാണ്. അല്ലാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, കാണാം. ഇവിടെ ഒരു ഉയർന്നൊരു ഭാഗമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇതേപോലെ ആ തോട് പോലെ ഇങ്ങനെയുള്ള ഭാഗം ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ട്രോങ് ആക്കി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡിൽ ഈ വരുന്ന ഇതിൻ്റെ താഴ്ഭാഗത്താണ് സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകൾ ചെയ്യാനുള്ളത്. ഇവിടെ കുറേ ഭാഗത്ത് മണ്ണുകളൊക്കെ എടുത്ത് മാറ്റാനുണ്ട്. ഇവിടുന്ന് കുറേ മണ്ണൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. അവിടെയൊക്കെ കാണാം. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ, മഴക്കാലല്ലേ, ഉറവ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ സോയിൽ ലൈനിങ്ങിന്റെ വർക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ സൈഡിലും സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകൾ രണ്ടാമതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് സ്പ്രേ ചെയ്തത് കാണുന്നുണ്ട്. അവിടെയൊക്കെ അതുപോലെ തന്നെ കാണുന്നുണ്ട്. ഇവിടെ അതിനാവശ്യമായിട്ടുള്ള കമ്പികൾ ഇതാ കൊടുക്കുന്നത് കാണാം. നമുക്ക് സോയിൽ ലൈനിങ് ചെയ്യുന്നതിന് മുന്നേ ഇവര് ഈ ചുമരിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്ന വലിയ കമ്പി, ഒരു ലെങ്ത് കമ്പി മുഴുവനായിട്ടൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അത്രയും ഭാഗത്ത് ഡ്രില്ല് ചെയ്തിട്ട് അതാ വർക്കേഴ്സ് നമുക്ക് കാണാം. അവര് കമ്പി ഉള്ളിലേക്ക് തള്ളി കയറ്റിക്കൊണ്ടിരിക്കണേ.
ഒരു വലിയൊരു ലെങ്ത് കമ്പിയൊക്കെയാണ്, അത്രയും വലിയൊരു കമ്പിയാണ് ഈ ചുമരിന്റെ ഉള്ളിലേക്ക് തള്ളിവിടുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെ ആയിരിക്കും ഇതിന്റെ പിടുത്തം എന്ന് വിചാരിക്കുന്നു. അതിന്റെ മുകളിലാണ് ഈ ഇത് ചെയ്യുന്നത്, നെറ്റ് ചെയ്യുന്നത്. അതിന്റെ ശേഷമാണ് സ്പ്രേ ചെയ്ത് ബലപ്പെടുത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വയഡക്റ്റ്. വയഡക്റ്റിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നത് കാണാം. വീണ്ടും പുതിയൊരു കമ്പി കൊടുക്കാൻ പോകുന്നത്. 3 ആളുകൾ പിടിച്ചിട്ടാണ് കമ്പി അവിടെ നിൽക്കുന്നത്. അതുപോലെ 3 ആളുകൾ അവിടെ ഉണ്ട്, അപ്പുറത്ത് മുകൾ ഭാഗത്ത്. ഇവിടെ കാണാൻ ഡ്രില്ല് ചെയ്യുന്ന മെഷീന്, ഇവർ അതിന് വേണ്ടിയുള്ള ജനറേറ്റർ ഒക്കെ ഇവിടെ റെഡിയാണ്. അങ്ങനെയുള്ള എല്ലാ വർക്കുകളും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആ ഭാഗത്താണ് ഇങ്ങനെ ഇറ്റാച്ചി ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുന്ന വർക്ക് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് വയഡക്റ്റ് ഒന്ന് നല്ല രീതിയിലുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഈ താഴ്ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ഈ ഭാഗത്ത് അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ മഴ പെയ്തതുകൊണ്ട് കുറേയൊക്കെ സിമെന്റ് ഒക്കെ പോയിട്ടുണ്ട്. സോലിംഗ് ചെയ്ത ഭാഗം തന്നെ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഇനിയും സോലിംഗിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. താഴ്ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പൊ അവിടെ ഒരു സർവീസ് റോഡിന്റെ ഭാഗം നമുക്ക് കാണാം തുടക്കട്ടിട്ടുള്ള. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെ ഈ ഭാഗത്തായിരിക്കും നമുക്ക് ഇവിടെ സർവീസ് റോഡ് വരിക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ താഴ്ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കും അതുപോലെയുള്ള കോൺക്രീറ്റിന്റെ വാളുകളും ഇനി പൊങ്ങി വരാനുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കുകൾ തുടങ്ങുള്ളൂ. അപ്പൊ ഇവിടെ ഒരു റോഡിന്റെ വീതിയിലുള്ള ഭാഗമുണ്ട്. ഇതൊരു സേഫ്റ്റി വാളായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. ഇവിടെയാണ് സർവീസ് റോഡ് വരിക. ചെറിയൊരു കയറ്റം ഉണ്ടാവും അവിടുന്ന് ഇങ്ങനെ വരുന്ന ഭാഗത്ത്. ഈ വഴിയായിരിക്കും വളാഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു എക്സിറ്റ്. ഇപ്പൊ കാണാൻ നമുക്ക് ബസ്സൊക്കെ അവിടെ കടന്നു പോകാൻ പ്രയാസപ്പെടുന്നത്. 3 ബസ് ഒരേ സമയത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ബ്ലോക്കുകൾ വരുന്നത്. പിന്നെ അവിടെ ക്രാഷ് ബാരിയർ വെക്കാത്തതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു കുഴി പോലുള്ള ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യും. അവിടെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ കുറച്ച് മണ്ണൊക്കെ പോയിട്ടുണ്ട്. അവിടെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതൊരു ചെറിയൊരു കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാവുന്ന വർക്കുകളാണ്. ചെറിയൊരു ബ്ലോക്കാണ് വരുന്നത്. അപ്പൊ നമ്മുടെ കൂരിയാട് ഭാഗത്തുനിന്ന് ഇപ്പോ വളാഞ്ചേരി കുറ്റിപ്പുറം വരെ നിങ്ങൾക്ക് ഇപ്പൊ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ കമ്പി അവർ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് വാഹനങ്ങൾ ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈവേയിലൂടെ ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റും. അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. താഴ്ഭാഗത്ത് ഇനി
അത്രയും ഭാഗത്ത് മാത്രമാണ് സോലിംഗ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ ഈ ഭാഗത്തും ചെയ്യാനുണ്ട്. അവിടുത്തെ മുകളിലത്തെ സ്റ്റെപ്പിലുള്ള വർക്കുകൾ തീരാറായിട്ടുണ്ട്. ഇതിന്റെ ഈ ഭാഗത്ത് ഇനി ചെയ്യാനുണ്ട് കേട്ടോ. അത് എന്താണെന്ന് അറിയില്ല, അവിടെ അവരൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ ഇതുപോലെ ഈ ഭാഗത്ത് പിന്നീട് ചെയ്യാനായിരിക്കും. ആ താഴ്ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അവിടെയൊക്കെ ചെയ്യുക, അങ്ങനെ ആയിരിക്കും മുകൾ ഭാഗത്ത് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത്, മഴ പെയ്തിട്ടൊക്കെ വലിയ കട്ടിയിലൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് മണ്ണ് വരെ പെട്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇട്ടാൽ മാത്രമാണ് ഇവിടെ സെറ്റ് ആവുള്ളൂ. ഈ ഭാഗത്തൊക്കെ കാണാം ഫുള്ളായിട്ടില്ല. ഈ ചുമരിൻ്റെ ഭാഗത്തൊന്നും കറക്റ്റായിട്ട് കോൺക്രീറ്റ് വന്നിട്ടില്ല, അവിടെയൊക്കെ കാണാം. അപ്പോൾ ഒരു നല്ല വേഗത്തിൽ മഴ പെയ്ത് വെള്ളം ഒഴുകി പോവുകയാണെങ്കിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. ഇവിടെയൊക്കെ മെറ്റലുകൾ പൊങ്ങി കിടക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞിപ്പുര മുതൽ വട്ടപ്പാറ വരെയുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.